فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله افعلوا ما أمركم الله وانتهوا عما نهاكم الله. قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹവും ബഹുമാനവുമുള്ള സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണ്യകനും ദയാലുവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രവും പരിഭാവനവുമാകുന്ന ഈ പള്ളിയിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിലും അല്ലാഹു ഇപ്രകാരം നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ കരുണയുടെ പേരിൽ നാം ഏവർക്കും വിട്ടുകൊടുത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും അവസാനം ഈ നശ്വരവും നൈമിഷികവുമാകുന്ന ഭൗതിക ജീവിതത്തോട് വിട പറയുന്ന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാൻ അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനില്ലാതെയുള്ള മരണങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ചെന്നണഞ്ഞ സർവ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അവരെയും നാം എല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളി നൽകിയ ജീവിതം ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ഈ ജീവിതം. മറിച്ച് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് എന്നുമുള്ള ബോധ്യവും അതനുസരിച്ചുള്ള അമലുമായിരിക്കണം ഓരോ വിശ്വാസിയിൽ നിന്നും ഉണ്ടാകേണ്ടത്. എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളുടെ മനോമുഖരങ്ങളിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രബോധനം ചെയ്ത വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ വാഹകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ഖുർആനെ പിൻപറ്റേണ്ടവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ ഖുർആനിൽ 2/3 ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് മരണാനന്തരമായ അനന്തമായ വിശാലമായ ആ പാരത്രിക ജീവിതത്തെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ 30 ജുസുകളിൽ 10 ജുസുകളോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്ന വിഷയം മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പാരത്രിക ജീവിതം, മരണം, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ്. വളരെ സംക്ഷിപ്തമായി മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലെ വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു ഒരു ആയത്തിൽ കൂടി പറയുന്നത് ഇങ്ങനെയാണ്: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമah ഫമൻ സുഹ്സിഹാ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും, അല്ലാഹു സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ ആ കാഠിന്യമായ അവസ്ഥ അനുഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഈ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള ചരാചരങ്ങളും ജീവജാലങ്ങളും ജന്തുജീവജാലങ്ങളും ഒക്കെ തന്നെ മരണം എന്ന ആ പ്രതിഭാസത്തിന് കീഴൊതുങ്ങും കേട്ടോ. എത്ര പ്രഗത്ഭനാണ് എങ്കിലും, എത്ര പ്രശസ്തനാണ് എങ്കിലും ഈ ലോകത്തിൽ നിന്നും ഒരു നാൾ വിട പറയേണ്ടതുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ, പ്രഗത്ഭനായ സീസറും പ്രശസ്തനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്ത് ശങ്കമാറ്റമൊന്നുമില്ലതിൽ. ഈ ലോകത്ത് നിന്ന് എത്ര പ്രഗത്ഭരാണ്, പ്രശസ്തരാണ് ഈ ലോകം വിട്ട് പിരിഞ്ഞത്. എന്തെല്ലാം നേടിയവർ, എന്തെല്ലാം ആദരവുകൾ, അനുമോദനങ്ങൾ
അഭിനന്ദനങ്ങൾ വാങ്ങിയവർ, ഈ ഭൂമിയിൽ ഏതെല്ലാം ഉന്നത പദവി, ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവർ, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളെ നിയന്ത്രിച്ചവർ, ഏതെല്ലാം രാഷ്ട്രങ്ങളെ നിയന്ത്രിച്ചവർ, ഏതെല്ലാം അവാർഡുകളും പ്രശസ്തികളും വാങ്ങിയവർ, പ്രഗത്ഭരും പ്രശസ്തരുമെല്ലാം ഈ ലോകം വിട്ട് പിരിഞ്ഞുവെങ്കിൽ ഈ നമ്മളായ ഞങ്ങൾക്ക് പിന്നെ എന്താണ്? നമ്മളെല്ലാം മരണപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ശാശ്വതമായി ജീവിക്കാൻ ആർക്കെങ്കിലും അല്ലാഹു അനുമതി നൽകുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ, അന്ത്യപ്രവാചകർ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കുമായിരുന്നു. പക്ഷേ മുഅ്മിനേ, മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുവെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ശങ്ക? നമ്മളും ഈ ലോകം വിട്ട് പിരിയേണ്ടവരാണല്ലോ. അപ്പൊ മരണത്തെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനോമുഖരങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഭൗതിക ജീവിതത്തിൽ വെച്ച് മരണത്തെ കുറിച്ചുള്ള ചിന്ത ഉള്ള മനുഷ്യന് 3 അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ ലഭിക്കുമെന്നാണ്. മരണത്തെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം നമുക്ക്, എപ്പോഴും എല്ലാ നിമിഷങ്ങളിൽ. അങ്ങനെ മരണത്തെ കുറിച്ചുള്ള ചിന്ത ഉള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് 3 അനുഗ്രഹങ്ങൾ ഈ ഭൗതിക ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. ഒന്ന്, തൗബ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുമെന്നുള്ളതാണ്. കാരണം മരണത്തെ കുറിച്ചുള്ള ചിന്ത എല്ലാ തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് നൽകും. ചെയ്തുപോയ തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമെന്നുള്ളതാണ്. മരണത്തെ കുറിച്ചുള്ള ചിന്ത, മരിക്കുമെന്നുള്ള ചിന്തയാണല്ലോ ഓരോ മനുഷ്യനെയും നന്നാക്കി തീർക്കുന്നത്. സ്വഹാബികളെ മുഴുവൻ അവരെ ജീവിതത്തെ പരിവർത്തിച്ചത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണല്ലോ. ആ വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം അഥവാ 30-ൽ 10 ജുസുവും പ്രതിപാദിക്കുന്നത് മരണവും മരണാനന്തര ജീവിതവുമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മരണത്തെ കുറിച്ചുള്ള ചിന്ത, തൗബ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ദുനിയാവിൽ വെച്ച് ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ മരണത്തെ കുറിച്ച് ചിന്തയില്ലെങ്കിൽ നാളെ ആകട്ടെ, നാളെ നന്നാവാം ഇങ്ങനെ നീണ്ടു പോകും. അവസാനം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയും. സഹോദരങ്ങളെ, അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പരിശുദ്ധമായ നിലയിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നാം എല്ലാ പാപങ്ങളും ഈ ദുനിയാവിൽ വെച്ച് പുറത്തവനായ നിലയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണം എന്നാണ്. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഈ ദുനിയാവിൽ വെച്ച് തന്നെ പശ്ചാത്തപിച്ച് അല്ലാഹുവിനോട് ചെയ്തു പോയ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ നിലയിലായിരിക്കണം ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടത്. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാല് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമെന്നുള്ള. മരണത്തെ കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളിൽ നമ്മൾ തൃപ്തനായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഭവനവും, നമ്മുടെ കച്ചവടവും, നമ്മുടെ ഉപജീവന മാർഗവും, നമ്മുടെ വാഹനവും ഒക്കെ ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ്. അപ്പൊ അള്ളാഹു നൽകിയ ആ വിഭവങ്ങളിൽ നാം തൃപ്തനായി കഴിയാൻ അള്ളാഹു ആ രീതിയിലുള്ള നമ്മുടെ മാനസികമായ നിലയെ പരിവർത്തിപ്പിക്കും എന്നുള്ളതാണ്. കാരണം എന്താ? നമുക്ക് അൽഹംദുലില്ലാഹ് നമുക്ക് നൽകിയത് ഒരു ചെറിയ വീടാണെങ്കിലും അള്ളാഹുവെ ഇത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് ലഭിച്ചത് ഒരു ചെറിയ വാഹനമെങ്കിൽ അതിലൊക്കെ തൃപ്തിപ്പെടും. ഉള്ളതിൽ നമുക്ക് തൃപ്തിപ്പെടും. ഉള്ള വരുമാനത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകും. പക്ഷേ മരണത്തെ കുറിച്ചുള്ള ചിന്തയോ പാരത്രിക ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യമോ ഇല്ല എങ്കിൽ, അതിനെക്കുറിച്ചുള്ള അറിവോ ഇല്ല എങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ എത്രത്തോളം ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടിയാലും നമുക്ക് തികയില്ല സഹോദരങ്ങൾ. ഒരു വീടുള്ളവൻ അവൻ ആഗ്രഹിക്കുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു
ഡെവലപ്പിംഗ് ആയ കുറച്ച് സംവിധാനങ്ങളുടെ ഉള്ള ഒരു വീട് കൂടെ കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി അവൻ പണിയെടുക്കും, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഒരു ചെറിയ വാഹനമുള്ളവൻ അതിനേക്കാളും നല്ലൊരു മുന്തിയ വാഹനം എടുക്കാൻ വേണ്ടി പരിശ്രമിക്കും, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. അപ്പോൾ ദുനിയാവിൽ കിട്ടുന്ന വിഭവങ്ങളിൽ തൃപ്തനാകാൻ സാധ്യമല്ല മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായിരിക്കും. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ ഭൗതിക വിഭവങ്ങളിൽ നാം തൃപ്തനായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും എന്നുള്ളതാണ് മഹാനായ ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നത്. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യമുണ്ടാകും എന്നുള്ളതാണ്. എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത, അല്ലാഹുവുമായിട്ട് അടുക്കുവാനും ഒരുപാട് സുന്നത്തുകളും ഫർദുമായ കാര്യങ്ങളിൽ ചെയ്യുവാനും അതിനുള്ള അതീവ താല്പര്യം കാണിക്കുകയും ചെയ്യും. അപ്പോൾ 3 അനുഗ്രഹങ്ങൾ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന 3 അനുഗ്രഹങ്ങൾ: തൗബ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുക, അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് അതിൽ തൃപ്തനാകുക, 3 ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിത്തീരുക. ഈ 3 കാര്യങ്ങളും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ളവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്, 3 നേട്ടങ്ങളാണ്. ഇനി മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇല്ല എങ്കിലോ ഈ 3 അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാകുകയില്ല. തൗബ ചെയ്യാൻ സാധിക്കില്ല, ഉള്ളത് തൃപ്തിയാകാൻ സാധിക്കില്ല, ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യവും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴ് പത്രവാർത്തകളിൽ നമുക്ക് കാണാൻ കഴിയും, കേരളത്തിൽ 100 മനുഷ്യരിൽ ഒരാള് വിഷാദ രോഗത്തിന് അടിമയാണ് എന്നാണ്. അതിനുള്ള കാരണം എന്താണ്? വിഷാദ രോഗത്തിന് അടിമയാകാനുള്ള കാരണം ഭൗതിക ജീവിതത്തിലുള്ള ഒരുപാട് പ്ലാനിങ്ങുകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, ആർത്തികൾ, അത് സാധ്യമാകാൻ സാധിക്കാതെ വരുമ്പോൾ ആ വ്യക്തി വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഈ ദുനിയാവിന്റെ പടപടപ്പിൽ, ദുനിയാവിന്റെ നെട്ടോട്ടത്തിൽ, ദുനിയാവിന്റെ അതിപ്രസരതയിൽ ഓടുന്ന ഓരോ മനുഷ്യനും 100-ൽ ഒരാൾ, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന 100-ൽ ഒരാൾ വിഷാദ രോഗത്തിന് അടിമയാണ് എന്നാണ്. കാരണം എന്താണ് സഹോദരങ്ങളെ? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ജീവിതം ഇതിനെ നിസാരമായി കാണുകയും വരാനിരിക്കുന്ന മരണാനന്തരം പുലരാനിരിക്കുന്ന ആഖിറത്തെക്കുറിച്ച്, ആ വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോൾ ഈ ഭൗതിക ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കുവാനും ക്ഷമിക്കുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള ഒരു വിശ്വാസപരമായ ഈമാനികമായ ചൈതന്യം ലഭിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, അതില് 155-ാമത്തെ വചനമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് ആ വചനം ഒന്ന് കാണാതെ പഠിക്കുകയും അതിൻ്റെ ആശയതലങ്ങൾ, അതിൻ്റെ ആശയം നമ്മുടെ മനോമുഖരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ്. വിഷാദ രോഗങ്ങൾക്ക് അത് മരുന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുവാൻ അല്ലാഹു നൽകുന്ന ഒരു മോട്ടിവേഷനായ ആയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനം. അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നിങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കും. ഭൗതിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. പക്ഷേ ആ പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്നുള്ള സന്തോഷ വാർത്തയാണ് ആ വചനത്തിൽ കൂടി അല്ലാഹു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അല്ലാഹു പറയട്ടെ: وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ
من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون وَلَنَبْلُوَنَّكُمْ പറയാ മുഅ്മിനീങ്ങളെ നിങ്ങളെ ഞാൻ തീർച്ചയായും പരീക്ഷണത്തിന് വിധേയമാക്കും കേട്ടോ. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തഅക്കീദ് ചെയ്ത് പറയാ തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ തന്ന് നാം പരീക്ഷിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തന്ന് നാം പരീക്ഷിക്കും. നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ നാം നഷ്ടം തന്ന് പരീക്ഷിക്കും. അതുപോലെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ഭയം തന്ന് പരീക്ഷിക്കും, കാർഷിക വിഭവങ്ങളിലുള്ള കഷ്ടനഷ്ടങ്ങൾ തന്ന് പരീക്ഷിക്കും. അങ്ങനെ നാം നൽകുന്ന പരീക്ഷണങ്ങളിൽ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? നബിയെ, നാം നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന സത്യവിശ്വാസികൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചകരെ. ഉണ്ടോ? എന്നിട്ടല്ല പറയുന്നു, വിശ്വാസികൾ ആരാ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങൾ അവരെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ പറയും, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അല്ലാഹുവേ, നിന്നിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. വ ഇന്നാ ഇലൈഹി, നിന്നിലേക്കാണ് റാജിഊൻ, ഞങ്ങളുടെ മടക്കം. ഓ, എത്ര വലിയ ആത്മവിശ്വാസം നൽകുന്ന വചനമാണ് സഹോദരങ്ങൾ. 100-ൽ ഒരാള് വിഷാദ രോഗിയായി മാറുന്നു. പക്ഷേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വചനങ്ങൾ നമ്മുടെ മനോമുഖരത്തിലുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 155-ാമത്തെ ഈ വചനം നാം കാണാതെ പഠിക്കണം. അത് മനസ്സിലിട്ട് ഇങ്ങനെ പാരായണം ചെയ്ത്, എത്ര സംഗീതങ്ങളാണ് നാം നിമിഷ നേരം കൊണ്ട് പഠിക്കുന്നത്. നമ്മുടെ മദ്രസയിലെ കുട്ടികളൊക്കെ ഓരോ പാട്ട് പാടുന്നിട്ടാവും 10, 20, 50 വരികളുള്ള ആ വരികളൊക്കെ പാടുന്നിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു, ഈ കുട്ടികൾ എങ്ങനെ ഇത് പഠിക്കുന്നത്. പക്ഷെ ഒരു ആയത്തോ അതിന്റെ അർത്ഥമോ പഠിക്കാൻ പറഞ്ഞ പിള്ളേരെ കൊണ്ട് കഴിയുന്നില്ല. അതുപോലെ മുതിർന്നവർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എത്രയോ നിമിഷ നേരം കൊണ്ടാണല്ലോ നിങ്ങൾ അത് ബൈഹാർട്ടാക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഇത്തരം വചനങ്ങൾ, ഇത്തരം നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യരെ അറിയണം കേട്ടോ, നിങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നത് അല്ലാഹുവിന്റെ വചനങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം വചനങ്ങൾ നാം കാണാതെ പഠിക്കുകയും അതിന്റെ ആശയതലങ്ങൾ, അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ ഒരിക്കലും നമ്മൾ വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെടുകയില്ല സഹോദരങ്ങളെ. അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകും. നമ്മളെക്കാൾ കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടവരെ കുറിച്ച് നാം പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ തയ്യാറാകുമ്പോൾ നമുക്ക് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങൾ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബഹുമാനികളെ, പരിശുദ്ധ ഖുർആനെ കുറിച്ച് നാം മനസ്സിലാക്കണം. അതനുസരിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ടി തയ്യാറാകണം. ഞാൻ ഇന്ന് എടുത്ത ഖുതുബയുടെ വിഷയം തന്നെ നമ്മുടെ ഈ ജീവിതത്തിന്റെ നിസാരത, ഈ ഭൗതിക ജീവിതത്തിന്റെ നിസാരതയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 100 കണക്കിന് ആയത്തുകളാണ് വിവരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 1/3 ഭാഗം അഥവാ 30-ൽ 10 ജുസ്ഉ അല്ലാഹു പ്രതിപാദിക്കുന്ന വിഷയം മരണവും മരണാനന്തര ജീവിതവുമാണ്. അതിന്റെ ഉപമകൾ, ഈ ഭൗതിക ജീവിതത്തിന്റെ നിസാരമായ ഉപമകളെ കുറിച്ച് അല്ലാഹു പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഭാഗം സൂറത്തുൽ ഹദീദ് 57-ാമത്തെ അധ്യായം, സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐഹിക ജീവിതത്തിന് നൽകിയിരിക്കുന്ന നിർവചനമാണ്
ആ സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ ദുനിയാവിന്റെ നിസാരതയാണ്. ഈ ദുനിയാവെന്ന ജീവിതം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് അള്ളാഹു അതിന് കൃത്യമായി വ്യക്തമായി ഉത്തരം നൽകുന്നുണ്ട്. ഭൗതിക ജീവിതത്തിന് നൽകുന്ന നിർവചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലെ സൂറത്തുൽ ഹദീദ് എന്ന 57-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനം ഇങ്ങനെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر بالأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താണ് ഭൗതിക ജീവിതം? അല്ലാഹു നൽകുന്ന നിർവചനം, യഅലമു, നിങ്ങൾ അറിയണം കേട്ടോ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, തീർച്ചയായും ഈ ഐഹിക ജീവിതം, ഈ ദുന്യവിയായ ജീവിതം, ലഅബു വലഹു വസീന, കളിയും വിനോദവും ആഡംബരവുമാണ് കേട്ടോ. തഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാൽ, പരസ്പരമുള്ള ഉൾനാട്യവും പെരുമയും, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ സമ്പത്തിലും ഒക്കെ പെരുമ കാണിക്കലും അതിനെക്കുറിച്ച് ഫഖ്റ് പറയുകയും ചെയ്യുന്നതാണ് ഈ ഭൗതിക ജീവിതത്തിന്റെ ആകത്തുക, അല്ലെ? എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, എനിക്ക് ഇത്ര മക്കളുണ്ട്, ഒരുത്തൻ ഡോക്ടർ, ഒരുത്തൻ എഞ്ചിനീയർ, അതുപോലെ തന്നെ എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇത്ര വാഹനങ്ങളുണ്ട്, കച്ചവട സംരംഭങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, ആ പെരുമ പറച്ചിലുണ്ടല്ലോ, ആ പൊങ്ങച്ചം പറച്ചിലുണ്ടല്ലോ, അതാണ് ജീവിതം. എന്താ ജീവിതം സഹോദരൻ? പക്ഷേ അല്ലാഹു പറയുന്നു, ഈ ജീവിതം, ഈ പെരുമ പറച്ചിലും ഈ പൊങ്ങച്ചം കാണിക്കലും ഒക്കെ ഈ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. ഏതുപോലെ? അല്ലാഹു പറയുന്നു, ഏതുപോലെ അറിയോ? അല്ലാഹു പറയട്ടെ, കമസലി ഗൈസിൻ അഅജബൽ കുഫാർ നബാതുഹു സുമ്മ യഹീജ്, മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു വരാറില്ലേ? ആ സസ്യങ്ങൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്താറില്ലേ? പക്ഷേ അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അതിങ്ങനെ ഉണങ്ങി തുരുമ്പുകളായി അതിങ്ങനെ പിന്നീട് അതിങ്ങനെ വക്കോലുകളായി, അത് പുല്ലായി, അതിങ്ങനെ ചവറായി നശിച്ചു പോകുന്നു. മഴവെള്ളത്തിൽ തീർത്തു വരുന്ന സസ്യങ്ങൾ പിന്നീട് നോക്കുമ്പോൾ അത് ഉണങ്ങി ചവറായി പോകുന്നു. ഇതുപോലെയാണ് ഭൗതിക ജീവിതം. ഭൗതിക ജീവിതത്തിന്റെ ഉപമകളും ഉദാഹരണങ്ങളും. സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ബക്കറ്റിൽ നിങ്ങൾ കാര്യമായി സ്വതക്കുകൾ നിക്ഷേപിക്കണം. നിങ്ങൾ നൽകുന്ന ഓരോ തുട്ടുകളും, അതുകൊണ്ടാണ് ഈ ജമാഅത്തിന്റെ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കറണ്ട് വാടകയായാലും നമ്മളുടെ വേതനങ്ങളായാലും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടൊക്കെ നടന്നു പോകുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ആ ബക്കറ്റിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വതക്കുകൾ നൽകി അതിലെ പങ്കാളികളാകണം, സഹകരിക്കണമെന്ന് അറിയിക്കുന്നു.
അപ്പോൾ ഈ ഭൗതിക ജീവിതം, മഴ പെയ്യുമ്പോൾ സസ്യങ്ങൾ മുളച്ചു വരുന്നത് നിങ്ങൾ കാണാറില്ലേ? കുറച്ചു നാൾ കഴിയുമ്പോൾ അതിങ്ങനെ ഉണങ്ങി തുരുമ്പായി അത് ചവറായി പോകുന്നത് പോലെയുള്ള ആ ഒരു അത്രയേ ഉള്ളൂ ജീവിതം. നമ്മളിങ്ങനെ ജനിച്ചു വളർന്നു ഒരു 10ഓ 70ഓ 80ഓ അല്ലെങ്കിൽ 120 വയസ്സോ ഈ ലോകത്ത് ജീവിക്കുന്നു അല്ലേ? ഒരു 70 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എത്ര ദിവസമാണ്? ഏകദേശം 25,550 ദിവസത്തെ ജീവിതമാണ്. ശരാശരി ഇന്ത്യൻ മനുഷ്യരുടെ ആയുസ് 70 എന്നാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞു വെച്ചു, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇന്ത്യൻ ജനതയുടെ ശരാശരി ആയുസ് 70ആണ്. ഈ 70 വയസ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 25,000 അഥവാ 365 ഗുണം 70 സമം 25,550 ദിവസത്തെ ജീവിതമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ ദുനിയാവിൽ. കണക്ക് കൂട്ടുമ്പോൾ എല്ലാ മനുഷ്യരും ചരമോളെടുത്തൊക്കെ അതില് 65-70 വയസ്സിനകത്ത് ആൾക്കാരായിരിക്കും കൂടുതൽ മരണപ്പെടുന്നത്. അപ്പൊ നമ്മുടെ 70 വയസ്സ് കണക്ക് കൂട്ടിയാലും നമുക്ക് ആകെ ലഭ്യമാകുന്നത് ഇത്ര 25,000 ദിവസത്തിന്റെ ജീവിതമാണ്. അതിൽ തന്നെ പകുതിയും മുക്കാലും ഒക്കെ കഴിഞ്ഞു, മുഴുവൻ കഴിഞ്ഞവരുമുണ്ട്. 70 കഴിഞ്ഞവരൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ജീവിച്ചു പോണു എന്നുള്ളതാണ്. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ സന്ദേശങ്ങളൊക്കെ കേട്ടിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് പ്രശസ്തരായ കവിമാരും അതുപോലെ തന്നെ ചരിത്രകാരന്മാരെല്ലാം ലേഖനങ്ങളും അതുപോലെ തന്നെ കവിതകളും ഒക്കെ എഴുതി കൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കേരളത്തിലെ ഒരു മഹാനായ കവി, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന ഒരു പുഷ്പം ഇങ്ങനെ വളർന്ന് നല്ല ഭംഗിയായിട്ട് നിന്ന പുഷ്പം ഒരു ദിവസം അദ്ദേഹം പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോൾ അത് വീണ് തറയിൽ കിടക്കുകയാണ്. ആ പുഷ്പത്തെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ഒരു വിഷമമുണ്ടായി. കാരണം ഇന്നലകളിൽ ശോഭിച്ചു നിന്ന ആ പുഷ്പം ഭൂമിയിൽ വന്ന് വീണ് കിടക്കുകയാണ് തറയിൽ. ആ പുഷ്പത്തെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതി അങ്ങ് പുനരങ്ങ് കിടപ്പതോർത്താൽ. എത്ര ആശയമുള്ള വരികളാണ് അല്ലേ? ആ മനോഹരമായ പുഷ്പം, ആ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ഒരു രാജ്ഞി പോലെ ഇന്നലകളിൽ എത്ര നല്ല സൗന്ദര്യമുള്ള, ആരെയും ആകർഷിക്കുന്ന രീതിയിൽ നല്ല മനോഹരമായി വിരിഞ്ഞു നിന്നു. പക്ഷേ ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതി അങ്ങ് പുനരങ്ങ് കിടപ്പതോർത്താൽ. ഇന്ന് നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് വല്ല സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഭൗതിക ജീവിതത്തിൽ നൽകിയ നിർവചനമാണ്. ഇവിടെ ഖുർആൻ പറഞ്ഞതുപോലെ സസ്യങ്ങൾ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മുളച്ചു നിൽക്കുന്നു, പിന്നീട് അതിങ്ങനെ വാടി അതിങ്ങനെ പുല്ലായി അതിങ്ങനെ ചവറായി മാറുന്നു. ഈ ഖുർആന്റെ കവിതാവിഷ്കാരങ്ങളാണ് മഹാകവി കുമാരനാശാൻ അദ്ദേഹം എഴുതിയ വീണപ്പൂവ് എന്ന ആ കവിതയിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോ എത്രത്തോളം അർത്ഥഗാംഭീര്യമാണ് സഹോദരങ്ങളെ, ബഹുമാനികളെ. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾ നമ്മളെ സ്വാധീനിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്ന 1/3 ഭാഗം 30 ജുസുകളിൽ 10 ജുസുവും അല്ലാഹു മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഈ ദുനിയാവിൽ വെച്ച് തന്നെ പാരത്രിക ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പാരത്രിക ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഈ ലോകത്തും പരലോകത്തും വിജയികളാകാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് നിങ്ങളെ ഈ ജുമയിൽ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സഹോദരങ്ങളെ, ബഹുമാനികളെ, പ്രത്യേക